ഇസ്രായേലിനുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടുകളിലൂടെ പ്രസിഡന്റ് ട്രംപ് ഓരോ ദിവസവും ഇസ്രായേലിനോടുള്ള സ്നേഹവും പിന്തുണയും പ്രകടിപ്പിക്കുന്നതായി നെതന്യാഹു പറഞ്ഞു. ഒന്നാം ഘട്ട വെടിനിർത്തൽ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിക്കാതെ മുന്നോട്ട് പോയപ്പോൾ വ്യക്തമായ നിലപാടുമായി ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് US രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ച $4 ബില്യൺ സൈനിക സഹായം ഇനി മുന്നോട്ടുള്ള ഇസ്രായേൽ ലക്ഷ്യമെന്ത് എന്നതിനുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. മുഴുവൻ ബന്ദികളുടെ മോചനത്തിൽ കഴിഞ്ഞുള്ളതൊന്നും ഇസ്രായേൽ മുൻപോട്ട് വയ്ക്കുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാൽ സമീപകാലത്ത് വൈറ്റ് ഹൗസിൽ ഇസ്രായേലിന് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്താണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന പ്രധാനമന്ത്രി തന്റെ സമീപകാല അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിനുള്ള അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി പറയുന്നതായും പ്രസിഡന്റ് ട്രംപ് ഓരോ ദിവസവും തന്റെ ഇസ്രായേലിനുള്ള സ്നേഹവും സൗഹൃദവും പ്രകടമാക്കുന്നുവെന്നും നെതന്യാഹു പറയുന്നു. ഗാസയെക്കുറിച്ചുള്ള തന്റെ പദ്ധതിയിലൂടെ അദ്ദേഹം അത് കാണിച്ചു തന്നു. ആ പദ്ധതിയെ ഇസ്രായേലും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. തങ്ങൾക്കാവശ്യമുള്ള ആയുധങ്ങൾ നൽകിയും പശ്ചിമേഷ്യയിലെ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകര അച്ചുതണ്ടിനെതിരെ പ്രവർത്തിക്കാൻ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അതിനാവശ്യമായ ആയുധങ്ങൾ നൽകുകയും ചെയ്തു. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ തിരികെ നൽകാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു. അതേസമയം താൽക്കാലിക വെടിനിർത്തൽ 50 ദിവസം കൂടി നീട്ടാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് നേതൃത്വം കൊടുത്ത പുതിയ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചെങ്കിലും ഹമാസ് ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല. ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഹമാസ് പറയുന്നത്. വിറ്റ്കോഫിന്റെ പദ്ധതിയിൽ പകുതി ബന്ദികളെ ഉടൻ മോചിപ്പിക്കുകയും ബാക്കി വരുന്നവരെ സ്ഥിരമായ വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിക്കുകയും ചെയ്യാം എന്നതായിരുന്നു. ഹമാസ് ഇതുവരെ ഇത് അംഗീകരിച്ചിട്ടുമില്ല. അതുമാത്രമല്ല, തീർത്തും അസ്വീകാര്യമായ സ്ഥിരം വെടിനിർത്തലിനുള്ള നിലപാടുകളാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ പ്രകാരമാണ് ഗാസയിലേക്കുള്ള സഹായ വിതരണങ്ങളെല്ലാം നിർത്തിവെക്കാൻ ഇസ്രായേൽ തയ്യാറായത്. ഒന്നാം ഘട്ട വെടിനിർത്തലിൽ 42 ദിവസമായി ഇസ്രായേൽ സഹായങ്ങൾ നൽകി വരുന്നെന്നും ഇത്തരം മാനുഷിക സഹായങ്ങൾ ഹമാസ് മോഷ്ടിക്കുകയും ഗാസയിലെ ജനങ്ങൾക്ക് അവ ലഭിക്കുന്നത് തടയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഹമാസ് ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നാൽ ഉറപ്പായിട്ടും സൈനിക നടപടിയിലേക്ക് പോകുമെന്നും അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിനൊപ്പം ഉണ്ടെന്നും ഞങ്ങളുടെ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനും ഞങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും മിഡിൽ ഈസ്റ്റിലെ എല്ലാ ജനങ്ങൾക്കും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവി പ്രദാനം ചെയ്യുന്നതിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.